11 ദിവസമായി ഡൽഹി എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ നടത്തിവന്ന സമരം പിൻവലിച്ചു. കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതിനെ തുടർന്നായിരുന്നു സമരം. സുപ്രീം കോടതിയുടെ ആവർത്തിച്ചുള്ള അഭ്യർത്ഥനയെ തുടർന്ന് സമരം നിർത്തുന്നുവെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. അർജുൻ വിവരങ്ങളുമായിട്ട്. അർജുൻ, നീതിയും മരുന്നും സമരം ചെയ്യരുത് എന്ന നിലയ്ക്കുള്ള ഒരു നിരീക്ഷണം കോടതിയിൽ നിന്നുണ്ടായി. വലിയ തോതിൽ പ്രതിഷേധം രാജ്യത്താകെ ഉണ്ടായ സംഭവമാണ്. ആ പ്രതിഷേധത്തിൽ ന്യായവുമുണ്ട്. പക്ഷേ ജനങ്ങൾ, രോഗികൾ വലയുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വേഗത്തിൽ തന്നെ കോടതിയുടെ ഒരു അഭ്യർത്ഥനയെ അവർ അംഗീകരിക്കുകയായിരുന്നു, അല്ലേ? ദിവിഷ, തീർച്ചയായിട്ടും രോഗികളുടെയും അതുപോലെ തന്നെ ആരോഗ്യത്തിനും പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നു, അല്ലെങ്കിൽ ഈ സമരം തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുന്നു എന്നുള്ള കാര്യമാണ് എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് മുതൽ ഡ്യൂട്ടിയിലേക്ക് തിരികെ പ്രവേശിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം കൂടി അവർ ഒരു പത്രക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർച്ചയായിട്ടുള്ള സുപ്രീം കോടതിയുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. നിലവിൽ എയിംസിലെയും അതുപോലെ തന്നെ മറ്റ് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടന എന്ന് പറയുന്നത് 2 ദിവസം മുൻപ് തന്നെ ഡൽഹിയിലെ ആർവൽ ആശുപത്രിയിലെ റെസിഡന്റ് ഡോക്ടർമാർ ഈ സമരം അവസാനിപ്പിച്ചിരുന്നു. അതും സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് തന്നെയായിരുന്നു. എന്തായാലും കഴിഞ്ഞ 11 ദിവസമായിട്ട് ഈ എയിംസിലെ റെസിഡന്റ് ഡോക്ടർമാർ സമരത്തിലായിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്കും പ്രകടനങ്ങളിലേക്കും എല്ലാം തന്നെ രാജ്യതലസ്ഥാനത്ത് കൊണ്ടുപോയിരുന്നു. വലിയ രീതിയിലുള്ള പ്രകടനങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ പ്രതിഷേധങ്ങൾക്ക് അപ്പുറത്തേക്ക് ചില പ്രതീകാത്മക സമരങ്ങളെല്ലാം തന്നെ, അതായത് ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ നടു റോട്ടിൽ വെച്ച് OP ഡിപ്പാർട്ട്മെന്റ് സൗകര്യങ്ങളെല്ലാം തന്നെ അവിടെ സൗജന്യമായി നടത്തിക്കൊണ്ടെല്ലാം തന്നെ പ്രതിഷേധിച്ചിരുന്നു. ഇന്ന് ഇപ്പോൾ എയിംസിൽ തന്നെ രക്തദാനം നടത്തിക്കൊണ്ടൊരു പ്രതിഷേധം കൂടി, പ്രതീകാത്മക പ്രതിഷേധം നടത്തിയിരുന്നു. അങ്ങനെയുള്ള പ്രതീകാത്മക പ്രതിഷേധങ്ങൾ തുടരും എന്നുള്ള കാര്യം തന്നെയാണ്. പക്ഷെ അതെല്ലാം തന്നെ ഡ്യൂട്ടി സമയങ്ങൾക്ക് ശേഷമായിരിക്കും. ഡ്യൂട്ടി സമയങ്ങളിൽ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ ഒന്നും തന്നെ ഇനി മുന്നോട്ട് പോകില്ല. തീർച്ചയായിട്ടും രോഗികൾക്കും ആരോഗ്യത്തിനും തന്നെ മുൻഗണന നൽകി സുപ്രീം കോടതിയുടെ തുടർച്ചയായിട്ടുള്ള അഭ്യർത്ഥന കൂടി മാനിച്ചാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കുന്നത് എന്നതാണ് ഈ റെസിഡന്റ് ഡോക്ടർമാരുടെ അസോസിയേഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.